അതെ, ഇങ്ങനെ കടല് നോക്കി ഇരുന്നാ മതി. കടലല്ല, ഇത് കായലാണ് കൊച്ചെ. ശരി, കായലെങ്കിൽ കായല്. നമ്മളിവിടെ വന്നത് എന്തിനാ? നമ്മള് കൊച്ചി ബിനാലെ നാട്ടുകാരെ കാണിക്കാൻ. അടുത്ത എപ്പിസോഡ് കാണിക്കണ്ടേ? ജനങ്ങൾ കാണട്ടെ അടുത്ത എപ്പിസോഡ്. എന്താണ് ഈ കൊച്ചിയെ കുറിച്ച് പറയുമ്പോഴേ, ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്റെ ജനനം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി, ഈ പശ്ചിമ കൊച്ചി ഭാഗത്താണ്. പിന്നെ എറണാകുളം നഗരത്തിൽ ജീവിക്കാൻ തുടങ്ങി എൻ്റെ കുടുംബം. അപ്പം ഞങ്ങള് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ജലമാർഗത്തിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ പശ്ചിമ കൊച്ചിയിലേക്ക്. ബസ് മാർഗം പിന്നീട് വന്നു, പാലമൊക്കെ വന്നപ്പോൾ. കഴിഞ്ഞ തലമുറയുടെ മുന്നിൽ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊച്ചിക്ക് വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു കൊച്ചിയാണ്. പക്ഷെ ഇപ്പോഴോ കൊച്ചി പഴയ കൊച്ചിയല്ല. നമുക്ക് കാണാം, വാ. ഇത് ബിനാലയുടെ ഭാഗം തന്നെയാണല്ലേ? അതെ അതെ. ഒറ്റ നോട്ടത്തിൽ ഒരു ഷോപ്പായിട്ട് തോന്നുന്നു. ഹൗസ് ഓഫ് റിപ്പയറിനാണ് ഇത്. ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം ലോക്കലി കൊച്ചിയിലെ പലരുടെ കയ്യിലും കളക്ട് ചെയ്ത ഐറ്റംസ് ആണ്. എത്ര വർഷം മുമ്പത്തെ വാഷിംഗ് മെഷീൻ ആയിരിക്കും ഇത്? ഇത് അറിയില്ല. ഇതൊക്കെ റിപ്പയർ ചെയ്ത് വർക്കിംഗ് ആണോ അതോ വർക്കിംഗ് കണ്ടീഷനാണോ? നോക്കട്ടെ. ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ബസർ റോഡ്. ഇവിടെ പെയിന്റിങ്സ് ഇല്ല, കൂടുതൽ ഇൻസ്റ്റലേഷൻസും സ്കൾപ്റ്റേഴ്സാണ് കൂടുതലുള്ളത്. യാസ്മിൻ ജഹാൻ നൂപുർ ബംഗ്ലാദേശിലെ ധാക്ക സ്വദേശിയായ അന്തർവൈജ്ഞാനിക കലാകാരിയാണ്. കുടിയേറ്റക്കാരുടെ യാതനകൾ, പുരുഷമേധാവിത്വ സമൂഹത്തിൽ അന്തർലീനമായ ഹിംസകൾ, സാംസ്കാരിക പാരിസ്ഥിതിക നഷ്ടങ്ങൾ എന്നിവ പഠിക്കാനായി സ്വയം ഒരു പഠനഭൂമിയായി സങ്കല്പിക്കുന്നു. യാസ്മിൻ ജഹാൻ നൂപുർ. ബ്ലാക്ക് ഗോൾഡ് എന്ന തൻ്റെ ഏറ്റവും പുതിയ കലാപ്രതിഷ്ഠയിൽ അവർ കുരുമുളകിൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ സാമ്പത്തിക വിലയിരുത്തലുകൾ അനാവരണം ചെയ്യുകയാണ്. റോമൻ സാമ്രാജ്യത്തിൽ കുരുമുളക് അധികാരത്തിൻ്റെ കയറ്റിറക്കങ്ങൾ നിശ്ചയിക്കാൻ പോന്ന വിലയുള്ള കറൻസിയായിരുന്നു. ഈ സുഗന്ധ ദ്രവ്യത്തിനായാണ് പാശ്ചാത്യ ശക്തികൾ നീണ്ട നീണ്ട കടൽ യാത്രകളിലൂടെ മലബാർ തീരത്ത് എത്തിയത് എന്ന് നമുക്കറിയാം. കടലിൻ്റെ നനുത്ത ശബ്ദങ്ങളും കുരുമുളകിൻ്റെ തീഷ്ണഗന്ധങ്ങളും യാസ്മിൻ എന്ന ബംഗ്ലാദേശി കലാകാരിയുടെ ഈ പ്രതിഷ്ഠാപനത്തെ ജീവസുറ്റതാക്കുകയാണ്. ഒരു കടലിരമ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശബ്ദം? അത് ഇതിന്റെ ഭാഗമായി തന്നെ ഇൻസ്റ്റലേഷന്റെ ഭാഗമാണോ? ഇത് എന്താണ് കലാകാരി ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത് യാസ്മിൻ ജഹാൻ നുപുർ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്.
പുള്ളിക്കാരി ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി ഈ ലോകത്ത് ട്രേഡ് റൂട്ട്സിൻ്റെ മാപ്പുകളാണ് പുള്ളിക്കാരി തുണിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ കൊച്ചി വന്നിട്ട് ഈ ട്രേഡ് റൂട്ട്സിൻ്റെ സെൻറ്റർ ആയിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ സ്പൈസസിൻ്റെയും കുരുമുളകിൻ്റെയും സിൽക്ക് റൂട്ടിൻ്റെയും ഒക്കെ മാപ്പുകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ വന്ന സാധനങ്ങളെല്ലാം കടലിലൂടെയാണ്. എല്ലാം കടലിലൂടെയാണ്. കടലിലൂടെ ലോകം കൊച്ചിയിലേക്ക് വന്നു എന്നുള്ളത്. അതെ അതെ അതെ. എല്ലാ പ്രദേശത്തു നിന്നുമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗത്തുനിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ അതെ, അതിൻ്റെ ഒരു വിപണി കേന്ദ്രമായിരുന്നു. സ്പൈസസ് ഗോഡൗണുകൾ, സ്പൈസസിൻ്റെ കടകൾ, ഇതെല്ലാം ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത്ര തിരക്ക് പിടിച്ച റോഡുകളായിരുന്നു. മറ്റു പ്രദേശത്ത് ഇത് ഉണ്ടായിരുന്നില്ല. ഇവിടെ വരണം. അപ്പോൾ ഇവിടെ ഈ ട്രിപ്പിൾ ഡോട്ട് മർക്കസ് ആൻഡ് കഫേ എന്ന വെന്യൂലാണ്. അപ്പോൾ ഇവിടുത്തെ പല ആർട്ട് വർക്കുകളും കൊച്ചിയുടെ ഒരു ഹിസ്റ്ററിയും കൊച്ചിയിൽ വന്ന ആൾക്കാരെ കുറിച്ചുള്ള ഹിസ്റ്ററിയെ കുറിച്ചൊക്കെയാണ് അവർ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ മാപ്പുകളിലൂടെയാണല്ലോ കൊച്ചിയിലേക്ക് എത്തിയത്. അപ്പോൾ മാപ്പുകളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കടലിലൂടെ മനുഷ്യരെ പോലും വിറ്റിട്ടുണ്ട്, ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എന്താണ് സംഭവം എന്ന് പിടികിട്ടിട്ടില്ലല്ലേ? എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത് അതായത് ഓരോ വ്യക്തികളുടെ ചിരി കളക്ട് ചോദിക്കാം. ഒന്ന് വിശദമാക്കി പറഞ്ഞത് എന്താണ് ചിരി? ഇത് ആർട്ടിസ്റ്റ് നാരിവാണ്ട ഡിവൈൻ സ്മൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഡിവൈൻ സ്മൈൽസ്. അതെ, ആൾക്കാരുടെ സ്മൈൽസ് എക്സ്ചേഞ്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് സ്മൈൽസ് പരത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റില് നമ്മുടെ കയ്യിൽ ക്യാൻസ് ഉണ്ട്. ആ ക്യാൻസിലും മിറേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ മിററിൽ നോക്കി ചിരിക്കുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ സ്മൈലിന്റെ റിഫ്ലക്ഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് സീൽ ചെയ്യും. ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ 2 സ്മൈൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഓൾറെഡി ഇതിന് മുന്നേ വന്ന ആൾക്കാരുടെ സ്മൈൽസ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഒന്ന് ഡിസ്കോ ബോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, വേറൊരു സ്മൈൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, വേറൊരാളുടെ ചിരി നിങ്ങൾ കൂടെ കൊണ്ടുപോകണമെന്നുള്ളൊരു കോൺസെപ്റ്റ്. ഈ ഡിവൈൻ സ്മൈൽസ് എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത്. ഈ ചെറുപ്പക്കാരിയുടെ സ്മൈൽ വളരെ മനോഹരമാണ്. ഒന്ന് കളക്ട് ചെയ്ത് വെച്ചോ, പ്രയോജനപ്പെടും അല്ലേ? ചിരിക്കുകയാണ്. പിടിച്ചു. അതെ, ഒന്നും കൂടി ചിരിക്കും. ചിരിച്ചില്ല, അത് പെട്ടെന്ന് റിഫ്ലക്ഷൻ പോലെ. ഇതിവിടെ ഈ ഡിസ്കോ ബോളിൽ വെക്കാം. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം, വേറൊരാളുടെ സ്മൈലാണ്. ഒരെണ്ണം കൊണ്ടുപോവാം. അതെ, എന്നാ അവിടെ വയ്ക്കുന്ന കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നോക്കി വെച്ചോ. റിഫ്ലക്ഷൻ ഓഫ് സ്മൈൽസ്. ഇസ്രായേലിൽ നിന്നെത്തിയ കലാപ്രവർത്തകരായ 2 സഞ്ചാരികളെ ഞങ്ങൾ ബിനാലെ വേദിയിൽ കണ്ടുമുട്ടി. അവർ പറയുന്നു. Hi, so how's your experience at Binale being? It's very interesting, very activist Biennale, and lots of women artists that I was impressed of, and especially impressed in the cube art spaces with one of the artists, Sriparna Dutta. Yeah. She is doing the stitches with the stitches, many self-portraits, and also the one that she giving a statement about the labor and the stitches of the life and this kind of things. Yes, I used to draw. And I'm really interested in art, like I'm going to lots of, just see I think art. Modern art, the appreciators Modern art, of especially. Okay. Modern contemporary art, and art that's having, say about the life in
about hard workers and all kind of people, all kind of religions, human rights, things like this. Yeah. Amazing. It's a combination of things that I like and I don't like. It's okay. Yeah, I mean, yeah. ഇത് നമ്മുടെ ബസാർ റോഡിലെ മട്ടാഞ്ചേരിയുടെ ബസാർ റോഡാണ്. ഈ വെന്യൂ അതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പൈസസ് ഗോഡൗൺ ആയിരുന്നു. പഴയ കാലത്ത് ഇതിന് പണ്ടികശാലകൾ എന്ന് പറയും. ഈ മലഞ്ചരക്കുകൾ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് വേർതിരിക്കുന്നതും. അത് തൊഴിലാളികൾ ഒരുപാട് വന്നു, അതിലൊരു മൂപ്പനും മുപ്പത്തിയൊക്കെ ഉണ്ടാവും. ഇവരുടെ ഈ തൊഴിൽ നിശ്ചയിക്കുന്നതും കൂലി കൊടുക്കുന്നതും വളരെ നിസ്സാരമായ കൂലി കൊടുത്ത് ജോലി ചെയ്യിച്ചിരുന്ന ഒരു കാലമുണ്ട് കൊച്ചിക്ക്. അങ്ങനെയുള്ള നിരവധി ഇത്തരം ഗോഡൗണുകൾ, പണ്ടികശാലകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനും വലിയ പണ്ടികശാലകൾ കൊച്ചിയിലുണ്ടായിരുന്നു. അവിടെ അതാണ് ഒരു വെന്യൂ. സോ ഇതിന്റെ പേര് എയർ ഓഫ് പലസ്തീൻ ആൻഡ് എയർ ഓഫ് ഫിറോസാബാദ് എന്നാണ്. സോ ഈ പലസ്തീനിലും ഫിറോസാബാദിലും ഈ ബ്ലോ ഗ്ലാസ് ടെക്നിക്സ് ഉണ്ട്. സോ ഫിറോസാബാദിലുണ്ട്. സോ നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ ഊതുന്ന സമയത്ത് അത് ഒരു പ്രത്യേക ഷേപ്പിലേക്ക് വരും. അങ്ങനെ ബ്ലോ ഗ്ലാസ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടെക്നിക്സും ഇവിടെയും പലസ്തീനിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ പലസ്തീനിലെ അവസ്ഥ കാരണം അവിടെ ശരിക്കും ശ്വാസം പോലും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അവിടെ ഒരു നൂൽ ബന്ധത്തിലാണ് അവരുടെ ജീവൻ എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പൊ അതാണ് ഇവർ ഈ ഗ്ലാസ് ബോൾ ഒരു നൂലുമ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെയും കണക്കാക്കാം. അവരുടെ പ്രതീക്ഷകളും ആവാം. അതെ 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 അതെ. പ്രഭാകർ കാംബ്ലെ ഇന്ത്യയിലെ ഷണ്ടൂർ സ്വദേശിയായ കലാകാരനാണ്. കൊച്ചി മുസൂരി ബിനാലെയിൽ കാംബ്ലെ അവതരിപ്പിക്കുന്ന വിചിത്ര നാടകം അസംബന്ധ നാടകം എന്ന പ്രതിഷ്ഠാപനം ഒരു പരിശീലന കളരിയെ ഓർമ്മിപ്പിക്കുന്ന നാടകവേദിയായി തോന്നാം. ഇവിടെ വൈദഗ്ധ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നൈതികത ജാതിയെ താൽക്കാലികമായി മാറ്റി നിർത്തുന്നു. ഈ ശില്പ നാടകവേദിയിൽ തുളയിട്ട കളിമൺ പാത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൂക്കുവിളക്കുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അവയുടെ 5 തട്ടുകൾ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ വർഗീകരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. ഇവിടെ കല ഉത്ഭവിക്കുന്നത് കരകൗശലത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനിശ്ചിതമായ മരണാനന്തര ജീവിതത്തിൽ നിന്നാണ്. കാഴ്ചക്കാർ ജാതിയുടെ അസംബന്ധവുമായി തന്നെ മല്ലിടണമെന്ന് ഈ ഇൻസ്റ്റലേഷൻ ഉറച്ചു പറയുന്നു. വിശ്വാസത്താൽ മാത്രം നിലനിർത്തപ്പെടുന്ന ഒരു തിരക്കഥയില്ലാത്ത പ്രകടനമാണ് ഈ പ്രതിഷ്ഠാപനം. ഇത് കുറെ കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് അല്ലേ? പാർലമെന്റ് ഓഫ് ഗോസ്റ്റ് എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരുന്നത്. എന്താണ് സംഭവം? ഇത് ഇബ്രാഹിം മഹമ്മ പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ വർക്കാണ്. പക്ഷേ നമുക്ക് സാധാരണ പാർലമെന്റുകളിൽ വന്നിട്ട് ഭയങ്കര അധികാരത്തിന്റെ ഒക്കെ ഒരു ഇതുള്ളതാണല്ലോ. ഇവിടെ അധികാരത്തെ റീകൺസ്ട്രക്ട് ചെയ്യാനും ഡീകൺസ്ട്രക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ കാണുന്ന കസേരകളെല്ലാം കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്ത കസേരകളാണ്. എല്ലാം കൊച്ചിയിലെ കസേരകളാണ്, പഴയ കസേര. അതെ അതെ. പിന്നെ നമ്മൾ ചുമരിൽ കാണുന്ന ചാക്ക് എല്ലാം ഇവിടുത്തെ പിന്നെയും കൊച്ചിയിൽ തന്നെ സെലക്ട് ചെയ്തു. അതെ, കൊച്ചിയുടെ ഒരു ചരിത്രം ദൂരെ നോക്കിയ ചാക്കായിട്ട് തോന്നുകയില്ല, വേറെന്തോ. സാധാരണ പാർലമെന്റുകളിൽ നമുക്ക് കസേരകൾ ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മളുടെ അടുത്ത് പറയണ അതിന്റെ ഇലക്ഷൻ ഉണ്ട്, ഡെമോക്രസി ഉണ്ട്. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് വന്ന് അവർക്ക് ചൂസ് ചെയ്യാം ഏത് കസേരയിൽ ഇരിക്കണം, എവിടെ ഇരിക്കണം. നമുക്ക് പക്ഷെ ഇത് ചെകുത്താന്റെ പാർലമെന്റ് ആണെന്ന് മാത്രം. പ്രേതങ്ങളുടെ പാർലമെന്റ്.
പ്രേതങ്ങളുടെ പാർലമെന്റിൽ മനുഷ്യൻ കടന്നു വന്നിട്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അതെ. പ്രേതം കൂടെ പോരുമോ എന്നുള്ളതാണ് ഇനിയിപ്പോ. പ്രേതം കൂടെ പോരില്ല. അന്ധവിശ്വാസമുള്ളവർക്ക് അധികാരം ചിലപ്പോൾ കൂടെ പോരുമായിരിക്കും, പ്രേതങ്ങൾ പോരില്ല. മനുഷ്യന് ആവശ്യം അധികാരമാണ്. അതെ. എൻ്റെ കൂടെയുള്ളത് മൃദുലയാണ്. മൃദുല ഒരു മാഗസിൻ എഡിറ്ററാണ്, ഒരു പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ. അച്ഛാ, ഷീസ് ഫ്രം മുംബൈ. I didn't understand what he said, except my name and my introduction. But yes, I am from Mumbai, and I'm the editor for the magazine called Elle Decor. And That only I introduced. Yeah. So I'm here at Kochi Acha. Biennale, and it's been curated by one of my college mates, Nikhil Chopra. He comes from Who? Fine Arts. Nikhil Chopra is your college mate? Yes, and I'm also from Fine Arts MSU Baroda. So wanted to see what he's done, and really enjoying this space here right now, because I feel each chair tells a story. Yeah, that's about it. What about the other works? Total Biennale. Overall, I think Biennale is interesting. I do find it a bit gloomy, if I can say so. But it's still interesting. I did like the work of students actually a lot. I just came from Anand Bhavan, I think, Yeah. and I think it was really nicely done. This is first time you are visiting Biennale, or No, I have former visited Biennale also? Yes, I've done 3-4 years ago. Yeah. You have written about Biennale? Have you? Yes, we have. We cover it in the magazine because our Achha. magazine is an interiors magazine, so we cover anything to do with design, art, architecture, and interiors, of course. This we are making for Doordarshan. Oh, is it? Doordarshan is making Oh, wow. documentaries. Still they are producing. Oh, I'm so happy to hear that. I'm Sunil Nath. Nice to meet you, Mr. Nath. And Mridula. have a lovely day. Thank you. Thank you. പശ്ചിമ ബംഗാളിലെ ഖോവായിൽ നിന്നുള്ള കലാകാരിയാണ് ജയശ്രീ ചക്രവർത്തി. സ്വാഭാവിക പ്രകൃതിയുടെ രീതിക്രമങ്ങളും തുടർച്ചകളും രേഖപ്പെടുത്തുന്നവയാണ് കലാകാരിയായ ജയശ്രീ ചക്രവർത്തിയുടെ സൃഷ്ടികൾ. കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിക്കുന്ന ജയശ്രീയുടെ ചിത്രങ്ങളായ ഫെർട്ടൈൽ, എമർജിംഗ്, എനർജി എന്നിവ നാരുകളുടെയും ഇലകളുടെയും വേരുകളുടെയും ഘടനയും സാന്ദ്രതയും കൊണ്ട് സ്പന്ദിക്കുന്നവയാണ്. അർദ്ധസുതാര്യമായ പേപ്പറുകൾക്കും പെയിന്റിനുമിടയിൽ പതിച്ചുവെച്ച ജൈവവസ്തുക്കൾ പരസ്പരം മറയ്ക്കുകയും അങ്ങനെ തങ്ങൾ കൂടി ഭാഗമായിരുന്ന ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന പരസ്പരാശ്രിത ബന്ധങ്ങളുടെ ഒരു പരമ്പര ഈ ചിത്രങ്ങളിൽ ഇഴചേർന്നിരിക്കുന്നു. കറുത്ത ചായക്കറ പൂശിയ ചണനൂലിനും ഇലകൾക്കുമരികിൽ നിന്നും പറക്കാൻ വെമ്പുന്ന ഇലകളെ പോലെയാണ് അവ നിലകൊള്ളുന്നത്. ഇത് ജീർണിക്കുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ നിർണായകമായ ചാക്രികത ദൃശ്യമാക്കുന്നുണ്ട്. ജയശ്രീ ചക്രവർത്തി എന്ന കലാകാരിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്തനമായ ഒരു അഭയകേന്ദ്രമാണ് ഈ പ്രതിഷ്ഠാപനം. എല്ലാ ജീവജാലങ്ങളെയും സ്വാഗതം ചെയ്യുന്നതും വിശ്രമിക്കാൻ ക്ഷണിക്കുന്നതുമായ ഒരു ഇടം. ഹലോ, എന്ത് പേര്? ദീപക്. ദീപക്. യെസ്. ദീപക് എന്താണ് ഇതിൽ ചെയ്തത്? ഞാനിവിടെ പ്രൊഡക്ഷൻ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എത്ര പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്? എത്ര പേര് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു? ഒത്തിരി ആൾക്കാരുണ്ട്, കുറെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ ബാംബു വർക്ക് ചെയ്യാൻ വേണ്ടി വേറെ ലേബേഴ്സ് ഇവിടെ അറൗണ്ട്
എന്നുള്ള ആൾക്കാർ, ഇത് സോഴ്സ് ചെയ്തിരിക്കുന്ന പല സ്ഥലത്തു നിന്നാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തിരിക്കുന്ന ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാർ. ഇതിലിപ്പോ ബാമ്പു ഉണ്ട്, പിന്നെ എന്താ സംഭവം? ഇത് LCD സ്ക്രീനാണ്. എല്ലാ LCD സ്ക്രീനാണ്. പിന്നെ മെറൈൻ കേബിള്, കോപ്പർ കേബിൾസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങള് പല സ്ഥലത്തുനിന്നും സോഴ്സ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ ആർട്ടിസ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. ആർട്ടിസ്റ്റ് റിക്വയർമെന്റ് പറയും നിങ്ങൾ. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അവർ പറയുന്ന അനുസരിച്ച് ഇത് കെട്ടണം, അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി പ്രീ ഡിസൈൻഡ് ഉള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്ത്. ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ കൂടെ. ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ആർട്ടിസ്റ്റ് ഗ്രീസി എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അധീന എന്നാണ് പേര്. അധീന. യെസ്. ഇവിടെ ഉണ്ടോ ആള് ഉണ്ടായിരുന്നു, ഇപ്പം തിരിച്ചു പോയിരിക്കുക. തിരിച്ചുപോയി. അതെ. ഇത് ഒരു ഷിപ്പ് അല്ലെങ്കിൽ പായ്ക്കപ്പൽ, ആ ഒരു മെറ്റീരിയൽ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും, അതാണല്ലോ ഒരു ആർട്ട് എന്ന് പറയുന്നത്. നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പിന്നെ സിംബോളിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളും അത് ഓരോ ആർട്ടിസ്റ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതും ഡിഗിങ്, ആർക്കിയോളജി അതുമായിട്ട് ബന്ധപ്പെട്ട്. ബട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റിൽ ഈ പറയുന്ന പോലെ ഒരു എക്സ്കവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ LCD, പണ്ടത്തെ ഇതാണെങ്കിൽ പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടവോ ആയുധങ്ങളോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയോ അങ്ങനെ. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് വേസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞ് ഒന്ന് ഡിഗ് ചെയ്താൽ, അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞ് ഡിഗ് ചെയ്താൽ, യെസ്, ഇതൊക്കെയാണ് കിട്ടുന്നത്. മൊബൈൽ ഫോണും കിട്ടും. അത് തന്നെ, മൊബൈൽ ഫോണും ഇലക്ട്രോണിക്സും. ഫ്യൂച്ചറിക്ക് ഭാരമാകുന്ന വേസ്റ്റുകൾ ഇപ്പൊ അതാണ് കൂടുതൽ കടലിന് പോകും. മാഡം ഫ്രം ബാംഗ്ലൂർ, കലാസ്വാദകയാണോ? അതുകൊണ്ടാണല്ലോ ബിനാലെ കാണാൻ അതിനുവേണ്ടി തന്നെ മെനക്കെട്ട് വരുന്നത്. എനിവേ, നൈസ് ടു മീറ്റ് യു ഓൾ. താങ്ക് യു. സെയിം. കാണുമ്പോ ഗുരുവിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശിഷ്യ, ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉണ്ണിക്കണ്ണൻ കൈകാലിട്ടടിക്കുന്നത് അതിനുള്ളിൽ ആലിലല്ലേ? അത് നമ്മുടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ്, അങ്ങനെയും നമ്മൾ ബാല്യത്തിലെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ ചിന്തിപ്പിക്കാനൊക്കെ ഒത്തിരി ആർട്ടുകളാണ് ഈ ബിനാലെ വേദികളിൽ ഒരുങ്ങിയിരിക്കുന്നത്. വളരെ നിസ്സാരമായ ഒരു സാധനമായിരിക്കും മോള, ചാക്ക്, വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന ഇൻസ്റ്റലേഷൻസ്, പ്രതിഷ്ഠാപനം എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുക. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.